KSRTC-യിലെ 15-ാം തീയതി മുതൽ സ്ത്രീകൾക്ക് സൗജന്യം. യെസ്, അത് നല്ല കാര്യമാണ്. സൗജന്യമാക്കണം. നമുക്ക് ദീർഘനാളിലെ ബസ് യാത്ര തന്നെ സൗജന്യമാക്കണം. ചില രാജ്യങ്ങൾ ഇപ്പൊ തന്നെ നൽകിയിട്ടുണ്ട്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. KSRTC-ക്ക് ആ ടിക്കറ്റിന്റെ ചാർജ് സർക്കാർ കൊടുക്കണം കേട്ടോ. കൊടുത്തില്ലെങ്കിൽ വണ്ടി ഓടൂല, അത്രേ ഉള്ളൂ. കാരണം ഇപ്പോ ശമ്പളം, പെൻഷൻ പൂർണ്ണമായിട്ടും സർക്കാർ നൽകണേ. ശമ്പളത്തിലേക്ക് ഏതാണ്ട് 40-50 കോടി വെച്ച് നൽകുന്നുണ്ട്. 100 കോടി വെച്ച് എല്ലാ മാസവും നൽകുന്നു. ഇപ്പൊ സ്ത്രീകൾക്ക് സൗജന്യമാക്കുമ്പോൾ എല്ലാ ബസ്സുകളിലും സൗജന്യം ഉണ്ടെങ്കിൽ യാത്രക്കാരിൽ പാതി പേര് സ്ത്രീകളാണെന്ന് കരുതിയാൽ ഒരു 80 കോടി രൂപ വേണം. അപ്പോ 80 കോടി കൊടുത്തേച്ചാ മതി. 80 കോടി കൊടുക്കണം. അത് കൊടുത്തില്ലെങ്കിൽ ട്രാൻസ്പോർട്ട് നിന്ന് പോകും. നമുക്ക് എതിർപ്പൊന്നുമില്ല, നല്ലതല്ലേ. അതുകൊണ്ട് ഇപ്പോ ഉള്ള ട്രാൻസ്പോർട്ടിനെ നശിപ്പിക്കരുത്. കൃത്യമായിട്ട് സർക്കാർ എല്ലാ മാസവും ഈ ടിക്കറ്റിന്റെ ചാർജ് കൊടുക്കണം. അങ്ങനെയാണ് കർണാടകയിലും തെലങ്കാനയിലും പഞ്ചാബിലും ഒക്കെ നടത്തുന്നത്. പക്ഷെ അവിടെയൊക്കെ ഉണ്ടായിരിക്കുന്ന പ്രശ്നം, ഈ സർക്കാർ ഈ പണം നൽകുന്നതിന് വലിയ വീഴ്ച വരികയും ലാഭത്തിൽ നടന്നുകൊണ്ടിരുന്ന ഈ ട്രാൻസ്പോർട്ട്, കർണാടക ട്രാൻസ്പോർട്ട് എല്ലാം നഷ്ടത്തിലേക്ക് പോവുകയും ചെയ്തു. കേരളത്തിൽ നമ്മൾ നഷ്ടത്തിൽ നിന്ന് കരകയറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കർണാടകത്തിലും ആന്ധ്രയിലും ഒക്കെ ഉണ്ടായ സാവകാശം പോലും ഇവിടെ കിട്ടില്ല. പണം കൃത്യമായിട്ട് കൊടുത്തില്ലെങ്കിൽ ഡീസൽ ഉണ്ടാവില്ല, വണ്ടി ഓടില്ല. അത് സർക്കാർ ആലോചിച്ച് കാണും, പരിപാടി ഉണ്ടാക്കി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സർക്കാർ തീരുമാനം എന്ത് തീരുമാനിക്കാൻ പോണെന്ന്? കിഫ്ബി വേണ്ടെന്നാണ് സർക്കാർ തീരുമാനിക്കുന്നതെങ്കിൽ അതൊക്കെ അവർക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടാ, 60,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തികൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നിർത്തിവെക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നാട്ടിൽ സമരം ഉണ്ടാകും. കിഫ്ബി വേണോ വേണ്ടെന്നൊക്കെ സർക്കാർ തീരുമാനിച്ചോട്ടെ, ഭരിക്കുന്ന സർക്കാരിനൊക്കെയുള്ള അവകാശമുണ്ട്. പക്ഷേ ഇപ്പോൾ നിർമ്മാണത്തിലിരിക്കുന്ന പ്രൊജക്റ്റുകള് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണം, അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള സമരം ഉണ്ടാവണം. ഏതായാലും ഇതുവരെ കിഫ്ബിയേക്കാൾ മെച്ചപ്പെട്ട ഒരു സംവിധാനത്തെ കുറിച്ച് ആരും പറഞ്ഞു കേട്ടിട്ടില്ല കേട്ടോ, ഈ നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിക്കാനായിട്ട്. ഞങ്ങൾ അത് ചെയ്യുന്നല്ലാതെ എന്താ ചെയ്യാൻ പോണതെന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ആലോചിച്ചൊക്കെ അതിന്റെ തീരുമാനങ്ങൾ എടുക്കട്ടെ.